Hey guys, Assalamualaikum. Welcome back to my channel. We three are going out today because നാളെ എൻ്റെ ഞാനിരിക്കാതിരിക്കൂല കേട്ടോ ഇവൻ ബൈക്കില്. അപ്പോൾ നാളെ എൻ്റെ ഫാമിലി വന്നാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ കെട്ടിയോനില്ലാ സ്ഥിതിക്ക് നമുക്കാണ് ആ റെസ്പോൺസിബിലിറ്റി ഒക്കെ നമ്മൾ കഷ്ടപ്പാടൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ബേബി. ഹെൽമെറ്റ് വെച്ചിട്ട് എൻ്റെ മുഖം മുട്ടത്തൊണ്ടുപോയി. ഞാൻ മുകളിൽ പർഗോള ക്ലീൻ ആക്കണമായിരുന്നു, സോന് താഴെ മുട്ടൊക്കെ ക്ലീൻ ആക്കണമായിരുന്നു. രണ്ടും എട്ടിൻ്റെ പണിയാണ്. അത് ഭയങ്കര വേർത്തിങ്ങനെ പ്രാന്തായിരിക്കണമായിരുന്നു. ഞാൻ ഫ്രഷൊക്കെ വന്ന് അപ്പോൾ പുറത്ത് പോകാൻ പോകണതാണ്. നമുക്ക് ത്രെഡിങ് ചെയ്യാനുണ്ട്, കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാനുണ്ട്, പിന്നെ നാളെ രാവിലത്തേക്കുള്ള നാസ്റ്റ മേടിക്കാനുണ്ട്, പത്തിരി മേടിക്കാനുണ്ട്. കറിയൊക്കെ നമ്മൾ വെക്കും, അപ്പോൾ പത്തിരി മേടിക്കാനുണ്ട്. സോ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ. എനിക്ക് പീരിയഡ്സൊക്കെ ആവാ ടൈം ആയതുകൊണ്ടിട്ട് ആക്നേസൊക്കെ ഇങ്ങനെ പൊട്ടിമുളക്കുന്നുണ്ട്, ഹോർമോണൽ ഇംബാലൻസ്. അപ്പോൾ എനിവേ പിന്നെ തീറ്റത്തിൻ്റെ ഉണ്ട്. തീറ്റ വേറെ കേൾക്കും ആൾക്കാർ, ഭയങ്കര തീറ്റയാണ്, ഓയിലി ഫുഡ് അതിൻ്റെ ഉണ്ട്. അപ്പോൾ ഐ എം കൺട്രോളിങ്, പക്ഷേ കുറച്ച് ടൈം എടുക്കും പക്ക കൺട്രോൾ ആവാൻ വേണ്ടിയിട്ട്. ബിക്കോസ് അൺഹെൽത്തി ഒറ്റയ്ക്ക് ഹെൽത്തി ആവാന്ന് പറയുന്നത് ദാറ്റ്സ് നോട്ട് ഈസി, ഇറ്റ്സ് റിയലി ടഫ്. പക്ഷെ ഉണ്ട പക്രു പോലെ ഇരിപ്പുണ്ട് ഞാൻ, എനിക്കിഷ്ടമല്ല. നിന്നെ കുഴപ്പമില്ല, എന്നെ ഇങ്ങനെ ചബ്ബി ചിക്സായി ഞാനിത് ഈയിടെയായിട്ട് ഇത്ര വർഷങ്ങളായിട്ട് ഞാൻ ആദ്യമായിട്ട് ഇത്ര ചബ്ബി ചിക്സ് ആവണം. അപ്പോൾ കൂടുതൽ കഥയൊന്നും പറയൂലേ, നമ്മുടെ പാർലറിൽ ചേച്ചി അടച്ചു പോകും. അപ്പോൾ ഡയറക്റ്റ് ഇപ്പോൾ നമുക്ക് ത്രെഡിങ് ചെയ്യാൻ പോകും. കണ്ണി കാണാത്ത ഐറ്റം ഒക്കെ സോനു ഇരിക്കട്ടെ, സോനുടെ ആഗ്രഹമല്ലേ. എന്താന്ന് പറ ആദ്യം. സാധനം എന്താന്ന് ഞാൻ പറയാം, ഒരു മിനിറ്റ്. വാട്ട് ഈസ് ദിസ്? സോനു എക്സ്പ്ലെയിൻ പ്ലീസ്. പക്ഷെ നമ്മ അന്ന് തായ്ലാൻഡിൽ പോയപ്പോ ഇത് ടേസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ ടൊമാറ്റോയുടെ ഒക്കെ ഒരു വകുപ്പിൽ ഒരു പുളിപ്പായിരിക്കുമെന്ന് വിചാരിച്ചു ഞാൻ ടേസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ടൊമാറ്റോ പോലെ ആയതുകൊണ്ട് 3 വേണോ? അത് മേടിച്ചത് ടേസ്റ്റ് ചെയ്യാൻ 3 വേണോ? കൊശമൺ നല്ലതാണ്, ഹെൽത്തി ഫൈബർ സംതിങ് എന്തൊക്കെ ഉണ്ട്. കൊശമണിന്റെ മാംഗോ ഉണ്ട് പഴുത്ത്. അപ്പൊ മാംഗോ വേണ്ട, മാംഗോ പഴുത്തില്ല. പപ്പായ ഒക്കെ ഉണ്ട്, പപ്പായ വേണ്ട, തിന്നൂല. കറക്റ്റ്. പപ്പായ ഞാൻ മുറിച്ച് വെച്ചതുണ്ട് ഫ്രിഡ്ജിൽ, അത് വസ്തുത്തിൽ. ഓറഞ്ച്, ഡ്രാഗൺ ഫ്രൂട്ട്. ഞാൻ മാങ്ങ മേടിക്കാനാണ് വന്നത്, പക്ഷെ മെയിൻ സാധനം ഇല്ല. വേറെ എല്ലാം ഉണ്ട് ഇവിടെ. ഞാൻ എപ്പോഴും അവിടെ ഉള്ളിലിരുത്തി ഇതാക്കി വെക്കണം. എടുത്ത് വേണമെങ്കിൽ എന്തോരം ഇതാണെന്നോ നല്ല മരുന്നാണെന്നോ കളർ ചെയ്താൽ കഴുകിയെടുക്കണം നല്ലോണം അല്ലേ, നല്ല കഴുകി കുട്ടപ്പനായിട്ട് മതി. ഇത്ര മതിയില്ലേ? പിന്നെ ഈ ഓറഞ്ച് എടുക്കണോ ജ്യൂസിന്? സോനനാക്കി ഞാനിവിടെ വേറെ ആകെ നമ്മുടെ 2 വീലർ ഉള്ളെന്നുള്ളത് കണക്ക് വേണം. എന്നാലും ഐ വാണ്ടഡ് മാംഗോ പഴുക്കാത്തതുണ്ട്. ഇതോടെ എടുക്കണോ? ഇത് പഴുക്കോ? 2 ദിവസം
നാടനോ? നല്ലതാണോ? നല്ലതാണോ? മധുരം ഉണ്ടാവോ? ജ്യൂസ് ആക്കാൻ പറ്റുമോ? അല്ല ഏത് മൂവാണ്ടനാണോ പ്രിയൂരാണോ? ഏതാ അത്? എനിക്കറിയാം. ചെത്തി കഴിക്കണ വേണ്ട. ഇതിലൊരു നട്ടൊക്കെ സീഡാണ് സൗണ്ട് സീഡ് വീഴണം. അതെന്താന്നറിയോ? വണ്ടുണ്ടാവും, അതായിരിക്കും വണ്ട. ഈ പൂക്കളാവുമ്പോ അതിന്റെ ഉള്ളില് വണ്ട് ഇങ്ങനെ എന്തോ കുടിക്കാതെ ഫുഡൊക്കെ ഇരിക്കുമെന്ന് പറയാം. പക്ഷെ അതിന്റെ ഉള്ളിൽ തന്നെ സെറ്റിലാവും. അപ്പൊ നമ്മ പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും അതിന്റെ ഉള്ളിൽ നിന്ന് വണ്ട്, എനിക്ക് എത്ര വർഷം കിട്ടിയിട്ടുണ്ട് വണ്ടിനെ. പൊട്ടിച്ച് കഴിയുമ്പോ സീഡിന്റെ ഉള്ളിൽ നിന്ന് വണ്ട് വരും. എല്ലാം അറിയാം. വാട്ടർമെലനൊക്കെ നീ അവിടെ നിന്ന് മേടിച്ചോളൂല്ലേ? അതിലുള്ളി വെക്കാലോ. പിന്നെന്തിനാ ഇത്ര ദൂരം വന്നാ നമ്മള്? അപ്പൊ പിന്നെ എന്താ പറ, പേരാണോ? പേര് അവർക്ക് എന്തായിരിക്കും ഇഷ്ടം? ഇത് വേണ്ടേ? ഇഷ്ടല്ലേ നമുക്ക് ഇട്ട് കഴിക്കാം പഞ്ചസാര? ഇത് മധുരമാണോ പുളിയാണോ? അതെടുത്തോ. നല്ലോ കേട്ട് പാഷൻ ഫ്രൂട്ട്. എന്തോ ഇങ്ങനെ ചുളുങ്ങിരിക്കുന്നതുകൊണ്ട് എനിക്കറിയില്ല. പേര് വേണോ? പേര് വേണം. അതും എടുത്തോ. പേര് ഇതെടുത്തോ. അത് മതി മതി മതി. പേരെടുത്തു. വേണ്ട വേണ്ട വേണ്ട, ഗുവ നമ്മ കഴിക്കൂല വെറുതെ. നീ കഴിക്കാറൊന്നുമില്ല വെറുതെ. വെറുതെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന് വെക്കോ അവിടെ. ഞാൻ തിന്നല്ല. ഗ്രേപ്സ് ഒന്നും വേണ്ടല്ലോ, ബൂസ്റ്റ് ഒന്നും വേണ്ടല്ലോ. ഇവിടെ സ്നാക്സ് ഒക്കെ ഉണ്ട്, ഉപ്പിലിട്ടതൊക്കെ ഉണ്ട്. ഉപ്പിലിട്ടത് സുനുവിന് ഇഷ്ടമാണ്. കൊണ്ടുപോയാലോ? പൈനാപ്പിൾ. സോനു മാത്രം എടുത്തു ഗൈസ്. സോനു തിന്നില്ലേ? ഞാൻ കാണിച്ചു തരാം. അവിടെ ചീഞ്ഞാളിയണം. അവിടെ ഒരാള് ഫ്രണ്ട് ആക്കിയിട്ടാ. എബുനെ ന്യൂ ഫ്രണ്ട് ഉണ്ടാവും ഇന്നത്തെ വ്ളോഗില്. So guys, we reached home and Sonu is trying the fruit. പശുമന്റെ മുകളിൽ ഇങ്ങനെ ഒരു ഇല പോലെ ഉണ്ടാവും, തക്കാളിയുടെ മുകളിൽ ഉണ്ടാവില്ലേ, അതുപോലെ ഉണ്ടായിരുന്നു. അത് തട്ടിക്കളഞ്ഞ് ഇത് ആപ്പിൾ പോലെ കടിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ. ഓറഞ്ച് അല്ല, പെർസിമൺ. അതല്ലേ പെർസിമൺ. What is that? Tetsuwen. Oh, good boy, my baby. നമുക്ക് ആപ്പിൾ പോലെ ഹോളായിട്ട് തിന്നാം, അല്ലെങ്കിൽ ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് തിന്നാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതുപോലെ ഹോളായിട്ട് തന്നെ ഞാൻ തിന്നാൻ പോവുകയാണ്. Squeezy. Don't tell me it tastes like tomato. I don't want to eat. Zaikone correct ഒരു പറഞ്ഞു. ടാങ്കി, ഒരു ഹണി സ്വീറ്റ്. Did you like it or not? പക്ഷെ സൈഗു വേണമായിരുന്നു. സൈഗു കറക്റ്റ് പറയും. എനിക്ക് ഇഷ്ടമാണോ പറയണത്. കഴിക്കുമ്പോ വേറെ ഒരു ഫ്രൂട്ടിന്റെ ഒരു ബന്ധമുണ്ട്. അതല്ലേ സൈഗു അത് കറക്റ്റ് പറയൂ ഏതുപോലെ. അത് ഹീസ് ജസ്റ്റ് റിയൽ ഫുഡി. കറക്റ്റ് ഗസ് ചെയ്യും. പ്ലമ്മിന്റെ പുറവില്ലേ, അതുപോലെ തന്നെ ടേസ്റ്റ് ഒരു സ്വീറ്റ്, ചെറിയൊരു ടാങ്കി ആയിട്ട് എപ്പോ നോക്കാം. No, No. I don't like fruits. I don't like fruit. But you should eat it, bro. Fruits are good. They're so good. Yeah, they're so good. ഇങ്ങനെ തന്നെ പറയണേ. നിങ്ങൾ കഴിച്ചോ, നല്ലതല്ലേന്ന്. എനിക്കൊന്നും വേണ്ടെന്ന്. ഞാൻ വീഡിയോ ഒന്നും എടുക്കൂല. ഞാനിവിടെ മുഖമൊക്കെ കഴുകി. ഞാൻ സോണിൻ്റെ അടുത്ത് പറയണായിരുന്നു എനിക്ക് പറ്റൂല കേട്ടോ സോണു 2 വീലർ. എനിക്ക് ഇങ്ങനെ ഹെഡേക്ക് തുടങ്ങും. ഇന്നലെ വോട്ട് ചെയ്യാൻ പോയിട്ടും എനിക്ക് ഹെഡേക്ക് തുടങ്ങി. വിറ്റമിൻ എ, സി, ഫൈബർ, ആന്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട്. ഫൈബർ ഉണ്ട്, എ, സി ഒക്കെ ഉണ്ട്. നിനക്കെന്താ റിയാക്ഷൻ ഇല്ലാത്ത? ഇറ്റ്സ് സോ ഗുഡ്. ഫുഡാണ് ഞാൻ പറഞ്ഞല്ലേ. ചത്തപ്പഴം അങ്ങനെയല്ല, എന്റെ തലയിൽ ഇങ്ങനെ ഓടണേ എന്താണ് ഇത് ട്രൈ ചെയ്യണോട്ടോ. ഒരു ഇതില്ലേ. പ്ലം എനിക്ക് ഇത്ര ഇഷ്ടമല്ല, പക്ഷെ ഇത് കൊള്ളാം എനിക്ക്. ഇത് നമ്മൾ ഷൂ ചെയ്യുമ്പോ പ്ലമ്മിന്റെ തൊലി വീണോളില്ലേ ഇല്ലേ?
എനിക്കിഷ്ടമായി. വേറെ തന്നെ ഒരു ഫ്രൂട്ട്. എനിക്ക് മാങ്ങ പോലെ, എനിക്കേതോ മാങ്ങ കഴിച്ച പോലെ തോന്നി. പ്ലമ്മിന്റെ ഒക്കെ തൊലി പോലെ കട്ടി, ഫ്ലേവർ നല്ല ടേസ്റ്റ്. മാങ്ങയുടെയും പ്ലമ്മിന്റെയും. മാങ്ങയുടെ ഉണ്ട് എവിടെയോ. മാങ്ങ ഇങ്ങനെ ഹോളായിട്ടില്ല, എല്ലാവരും ഏതൊരു ഫ്രൂട്ടൊക്കെ രണ്ടുമൂന്ന് മിക്സ് ആക്കിയ പോലെ. അടിപൊളി. അവിടെ തന്നെ എത്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ തിന്നോ. ഞാൻ 1 കിലോ എടുത്തേനെ. 400 കൊടുത്താലും കുഴപ്പമില്ല. എനിക്കിത് ടൊമാറ്റോ പോലെ നീ അവിടെ പറഞ്ഞു. അന്ന് അല്ല, അതെന്താണ് തായ്ലാൻഡിൽ വെച്ച് ടൊമാറ്റോ പോലെ ഇരിക്കണത്, അപ്പൊ പുളിപ്പായിരിക്കും എന്നുള്ള. അതുകൊണ്ടാണ് റിസ്ക് ആക്കണം വിചാരിച്ചു. നമ്മ അന്ന് എന്നോട് തിന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ ഞാനും തായ്ലാൻഡിൽ എടുത്തില്ല റിസ്ക്. ടൊമാറ്റോ പോലെ ആണെങ്കിൽ കുറഞ്ഞ വെറുതെ വേസ്റ്റ് ആക്കൂലെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ കുറെ നാളായിട്ട് വിചാരിക്കണം തായ്ലാൻഡ് എപ്പോ പോകുന്ന അറിഞ്ഞൂടാ. ഇവിടെ നമുക്ക് മേടിക്കാം. ഇത് അവിടെ ഉണ്ടായി. നമ്മൾ പുറത്തു പോകുമല്ലോ, അപ്പൊ മേടിക്കാം. കൊള്ളാം. ലുല്ലുലൊക്കെ ഉണ്ടാവാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. കൊള്ളാം, എനിക്ക് ഇഷ്ടമായി. നല്ല ഉണ്ട്, കഴിക്കാൻ പറ്റിയ ഫ്രൂട്ട് അല്ലേ. ഓക്കെ ഗായ്സ്, അപ്പൊ ഇനി നമുക്ക് കറിയൊക്കെ വെക്കാനുണ്ട്. അപ്പൊ കാണാം. ഗൈസ്, അങ്ങനെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ടൊക്കെ നമ്മൾ കഴിച്ചു. ആൻഡ് നമ്മൾ കിച്ചണിൽ കയറി പണിയൊക്കെ ചെയ്തിട്ട് ഇരിക്കാന്ന് വിചാരിച്ചു. നമ്മൾ പെട്ടുപോയി ഗൈസ്. നമുക്ക് ഓൾറെഡി ചിക്കൻ ഇച്ചിരി ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് വെച്ചിട്ട് മാത്രമേ കറി വെക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് നമ്മൾ നേരത്തെ പോയപ്പോൾ നമ്മൾ ചിക്കൻ മേടിക്കില്ല. ബിക്കോസ് ബേബി ഓർഡർ ചെയ്ത് ഇങ്ങോട്ട് വരും. അപ്പൊ ആ ഒരു ധൈര്യത്തിൽ നമ്മൾ വന്ന്, എന്നിട്ട് ബേബി അടുത്ത് പറഞ്ഞപ്പോൾ ലേറ്റ് ആയി. അപ്പൊ അവർ പറഞ്ഞ് 6, 7 ഒക്കെ ആകുമ്പോൾ അടുക്കുന്നു. നമ്മൾ പറഞ്ഞ് 8 തോന്നുന്നു. അപ്പൊ സോന് സാമ്പാർ ഉണ്ടാക്കിയതുകൊണ്ട് സാമ്പാറും ചിക്കൻ കറി, സാമ്പാർ ആൻഡ് ദോശ, ചിക്കൻ കറിയും പത്തിരായിരിക്കും നമ്മൾ നാസ്ത വെക്കാൻ പോകുന്നത്. അപ്പോൾ സംഭവിക്കാൻ മാനേജ്. പിന്നെ ഉച്ചക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചു. അതുകൊണ്ട് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇരിക്കും. ചിക്കൻ കറി റെസിപ്പി ചോദിച്ചുകൊണ്ട് പറയുന്ന പല പ്രാവശ്യം ഞാൻ കാണിച്ചിട്ട്. യെസ്, കുറെ ഇപ്പൊ തടിയൊക്കെ ഉള്ള ആൾക്കാർ ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെടുമല്ലോ. അപ്പൊ നമ്മളൊക്കെ വിചാരിക്കൂലേ, എന്തിനാ സങ്കടപ്പെടുന്നത്, തടി വെച്ചാൽ എന്താണ് പ്രശ്നം, ഇത്ര ഹെൽത്തി അത് മതിയില്ലേ, അങ്ങനെ ഇങ്ങനെയാണ്. എനിക്ക് ഇച്ചിരി തടി വെച്ചത് തന്നെ എനിക്ക് വിഷമമാവുന്നുണ്ട്. എനിക്ക് ഒട്ടും കംഫർട്ടല്ല, ഞാൻ ഒട്ടും ഹാപ്പിയല്ല. സങ്കടം വന്നില്ല. എനിക്ക് മൊത്തത്തിൽ എന്തോ പോലെ, ഐ ഡോണ്ട് ഫീൽ ഗുഡ്. എനിക്ക് എങ്ങനെയെങ്കിലും മെലിയണം പെട്ടെന്ന്. അപ്പോ ഒരു 4-5 കിലോ, പിന്നെ കുഴപ്പമില്ല. 4-5 കിലോ ഞാൻ പാടുപെടും. ഫീവറൊക്കെ വന്നിട്ട് എങ്ങനെ വലിയ 4-5 കിലോ കൂടുന്നു. അപ്പൊ ഇപ്പൊ എല്ലാ വീട്ടിലും തടി വെച്ച് നമ്മൾ അമ്മാതിരി തിന്നോണ്ടിരിക്കണായിരുന്നു. ആ തിന്നോണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കണായിരുന്നു, എത്ര തിന്നാലും തടി വെക്കുന്നില്ലല്ലോ. പക്ഷേ ഒറ്റടിക്ക് വന്നത് വയറൊക്കെ ചാടി. നല്ല മഴ, സോണോടെ വൈബിലിരിക്കാം. മഴയൊക്കെ മഴ മമ്മിനെ വിളിക്കണേ. ഇത്ര നേരം മമ്മി അവിടെ ആയിരുന്നു. എന്നെ ഇട്ട് പ്രാന്താക്കി, മേത്ത് ചാടി ചവിട്ടി ഇതാക്കി കളിച്ച് കടിക്കാമെന്ന് എന്തൊക്കെ ശരിയാണ്. ചെറുക്കൻ സ്നേഹപ്രകടനമാണ്. പക്ഷെ നമുക്ക് വേദന എടുക്കുമ്പോൾ അങ്ങനെ അറിഞ്ഞൂടല്ലോ. തിരിച്ചങ്ങനെ നമുക്ക് കാണിക്കാനും പറ്റൂല. അതാണ് ട്രാജഡി. മഴ വരുമ്പോൾ നല്ല വൈബുണ്ട് കേട്ടോ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നലെ ഞാൻ ചിക്കൻ കറി വെച്ച് പോയ വഴി പിന്നെ ഞാൻ വ്ളോഗ് എടുത്തില്ല. ഞാൻ നേരത്തെ കിടന്നുറങ്ങി എബുന് ഫുഡ് കൊടുത്തിട്ട്. ഇത് എബുൻ്റെ ഡ്രസ്സിൻ്റെ ടാഗാണ്, എൻ്റെ കയ്യിലാണ് ഒട്ടിച്ച് വെച്ചേക്കുന്നത്.
അപ്പൊ എന്റെ ഫാമിലി അൽഹംദുലില്ലാ റീച്ച് ആയിട്ടുണ്ട്. 3:30 നൈറ്റ് അല്ല ഏർലി മോർണിംഗ് റീച്ചായി. ഞാൻ ഉറങ്ങിയിട്ടില്ല, അവർ പറയുന്ന സ്ട്രെസ് വൈ ബിക്കോസ് ബേബി ഇല്ല. അല്ലെങ്കിൽ ബേബി ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നിച്ച് പോയിട്ടാണ് പിക്കാക്കുന്നത്. ഇത് ട്വിൻസ് ഒന്നും അല്ല, ട്വിൻസ് പോലെ സെയിം കളർ ഡ്രസ്സ് ഇട്ടെന്നുള്ളൂ. എൻ്റെ സിസ്റ്റേഴ്സാണ്, നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ പിള്ളേരാണ്. സോ ബേസിക്കലി മൈ സിസ്റ്റേഴ്സ്. സുഹാനത്ത് അപ്പത്തിരിപ്പുണ്ട്. ഒരാളിവിടെ ഫുള്ള് ചിരിയും കളിയാണ്. അവൻ്റെ വോയിസ് ഒക്കെ പോകാൻ ചാൻസ് ഉണ്ട് രാവിലെ മുതൽ. രാവിലെ നിന്നതാണ് ചിരിക്ക്. കാണിച്ചു തരാം കേട്ടോ. ഇത് ആരെ ട്വിന്ന് ഞാൻ പറയാം. ഇത് എന്റെ ഫാമിലി വെച്ചിട്ട് എപ്പോഴും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണിത്. ഇത് ഈ പെണ്ണ് ആ ചെക്കനും ട്വിന്ന്. യെസ്, വി കോൾ ദം അമ്മി അബു. അപ്പോ ഇതാണ് ഞാൻ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ്. ഇതിനോട് സംഭാരം കുടിക്കാൻ പോണേ. അപ്പോൾ ഉച്ചത്തെ പ്രിപ്പറേഷനൊക്കെ ഗോയിങ് ഓൺ. മമ്മ പിന്നെ ആൻറ്റിമാരൊക്കെ സ്പെഷ്യലാണ്. എൻ്റെ ഒരു ലാസ്റ്റത്തെ ആൻറ്റി ഉണ്ട്, ഒരു പണിയും എടുക്കൂല. ഫോൺ കുത്തിയിരിക്കും. ഫോൺ കുത്തിക്കൊണ്ടിരിക്കല. ഞാനാണെങ്കിൽ ഫുള്ള് മാനേജ് ചെയ്തോണ്ട് നടക്കണേ. മമ്മയുടെ 2 സിസ്റ്റേഴ്സ് എല്ലാം പണി. അയ്യോ ഇല്ല ഗൈസ്, എല്ലാരും ഓരോന്നും ചെയ്യേണ്ടതാണ്. ജസ്റ്റ് ഫോർ ഫൺ. ഞാൻ ട്രോളും എല്ലാരും, അറിയാലോ ഗൈസ്. അപ്പൊ മമ്മയുടെ ഇന്ന് കിട്ടിലൻ പ്രോൺസും പിന്നെ ഇവര് വെളുപ്പിന് വന്ന അത് പറയട്ടെ കഥ. വെളുപ്പിന് വന്ന് ചിക്കൻ കറിയും പത്തിരി വെച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും എൻ്റെ കെറ്റവൻ കൊണ്ടുവരുന്ന പത്തിരി അടിപൊളിയാണ് ഗൈസ്, ഇവരെപ്പോഴും കഴിക്കും. ഇന്ന് ഞാനും സോൺ കൊണ്ടുവന്ന പത്തിരി ഫുൾ ഫ്ലോപ്പായിരുന്നു, കൊള്ളൂലായിരുന്നു, കട്ടിയായിരുന്നു. അപ്പോൾ അത് ഇവർ കഴിച്ച് അത്യാവശ്യം. ചിക്കൻ കറി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഓക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എന്നിട്ട് പിള്ളേരൊക്കെ ചിരിയും കളിയും ഭയങ്കര സോങ്ങും ബഹളമൊക്കെ ആയിരുന്നു രാവിലെ. അതുകൊണ്ട് ഞാൻ വ്ളോഗൊന്നും എടുത്തില്ല. എല്ലാവരും എൻജോയ് എന്ന് ഞാൻ വിറ്റിൻ്റെ വ്ളോഗ് ഞാൻ മറന്നു. അപ്പോൾ എന്താണ് നിങ്ങളുടെ പേര്? പേര് പറ. ഷിസ ഫാത്തിമ. ഞാനിട്ട പേരാണ്. നിങ്ങളുടെ പേര് പറ. ഞാനിട്ട പേരാണ്. എൻ്റെ വീട്ടില് മിക്ക പിള്ളേർക്കും ഞാനിട്ട പേരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല നല്ല പേര് കാരണവരാണ്. ഫസ്റ്റ് ദീദി ആയത് കൊണ്ടിട്ട് എല്ലാവരും പ്രസവിക്കുമ്പോൾ എനിക്കൊരു കോല് വരും, എന്താ പേര് ഇടണ്ടെന്ന്. അപ്പൊ നമ്മൾ പറഞ്ഞു. വീട്ടിലെ കാർമൂർത്തിയാണ്. കാർമൂർത്തി നമ്മുടെ വീട്ടിലെ സുഹാനിത്താണല്ലോ. എൻ്റെ വീട്ടില് ഇത് പഠിക്കുന്നത് എന്താണ് ഫോണിൽ വെച്ചിട്ട് അത് ഞാൻ ഓർഡർ ചെയ്തിട്ട് വന്നില്ലല്ലോ. അല്ല മറ്റേത് ഞാൻ ലൈറ്റാണ് ഓർഡർ ചെയ്തത്. അത് ചബ്ബിയുടെ ഫോണിൽ പഠിച്ചത്. ചബ്ബ് മേക്കപ്പ് ഇത് ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റും. സോനന് ചെയ്യണോ കേട്ടാ മേക്ക് ഓവർ? നല്ല കോസ്റ്റ്യൂം ഇട്ടിട്ട് അല്ലേ സോനൻ ചെയ്യും. സോനനെ നമ്മൾ ഒരു മേക്ക് ഓവർ ചെയ്യണമായിരിക്കും. റീലൊക്കെ ഇടും. സ്റ്റേറ്റ് ചെയ്യും. അങ്ങനെ നാസ്ത പരിപാടിയൊക്കെ കഴിഞ്ഞു. എന്നിട്ട് എന്താണ് ഇപ്പം ലഞ്ചാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല അയിലും പ്രോൺസൊക്കെ ബേബി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രോൺസ് കറിയും പൊട്ടറ്റോ നമ്മുടെ സ്പെഷ്യൽ അറിയാമല്ലോ, യൂഷ്വലി ഇവിടെ വരുമ്പോൾ മമ്മ വെക്കാറുണ്ട്. അപ്പോൾ അതും പിന്നെ അയില ഫ്രൈ, തവ ഫ്രൈ, അതെൻ്റെ സ്പെഷ്യലാണ്. എന്താണ് അപ്പോൾ ഞാൻ മസാല ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ബീൻസ് അല്ലേ ഉലർത്തു, ബീൻസ് ഉലർത്തു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ. പിന്നെ ഇവിടെ വന്നിട്ട് ഒരാൾ പോലും കുളിച്ചിട്ടില്ല ഗൈസ്, അതേ ഡ്രസ്സിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ അങ്കിൾ രാവിലെ തന്നെ എണീച്ച് കുളിച്ച് ഇവിടുത്തെ കൊച്ചിലുണ്ടായിരുന്ന ആളായത് കൊണ്ടിട്ട് ഫുള്ള് കറങ്ങി. സോണിന്റെ ബൈക്കൊക്കെ എടുത്ത് ഫുള്ള് കറങ്ങി. അങ്കിൾ പറയണ ഇവിടെ മൊത്തം മാറി, ഞാനുള്ളപ്പോൾ ഉള്ള ബിൽഡിങ്സ് ഇല്ല, ഫാക്ടറീസ് ഇല്ല, ഒന്നുമില്ല, ഫുള്ള് വേറെ ബിൽഡിങ്സ് ഒക്കെയാണത്. അപ്പൊ വിഷമം ഉണ്ടാകാനായത് അങ്കിളിന് ഒന്ന് കണ്ടില്ല, ആരും കണ്ടില്ല, ഫുൾ ചേഞ്ചസ് ആയല്ലേ. അങ്കിൾ എത്ര വർഷം ഉണ്ടായിരുന്നു അവിടെ? ഞാൻ ആന്റിനെ കെട്ടി അവിടെ ആയി കഴിച്ചു. മൂത്തല്ലേ 30. അങ്കിൾ അപ്പൊ 20 years, മോർ ദാൻ 20. എന്നിട്ട് എന്നെ ആന്റിനെ കെട്ടിട്ടില്ല. എന്റെ അങ്കിളുടെ ലൈഫ് പോയി ഗൈസ്. അങ്കിൾ നാട്ടിലായി പോയി. പിന്നെ ആന്റി കൊച്ചി വരാൻ സമ്മതിച്ചിട്ടില്ല. നമ്മുടെ സ്പെഷ്യൽ നാളെ എന്താ മമ്മ ഇത്? ചെമ്മീൻ ആൻഡ് പൊട്ടാറ്റോ ഫ്രൈ. എന്റെ അടുത്ത് ചോദിക്കാതെ എന്റെ ഫ്രൈ എന്തിനാ വെച്ചത്? നന്നായി. എന്റെ അടുത്ത് ചോദിക്കാതെ എന്റെ ഫ്രൈ എന്തിനാ വെച്ചേ?
മമ്മ വന്ന് കുളിച്ചിട്ടില്ല ഗൈസ്, അതുകൊണ്ടാണ് ഇങ്ങനെ tan ആയിരിക്കുന്നത്. പെണ്ണുങ്ങൾ ഒരാളും കുളിച്ചിട്ടില്ല. എന്റെ അങ്കിൾമാർ 2 പേര് മാത്രം കുളിച്ച് ഫ്രഷ് ആയി കുട്ടപ്പനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ എന്നെ പോലെ അവർ ക്ലീൻ അല്ല, നീറ്റല്ല ഗൈസ്. അതുകൊണ്ട് കുളിയില്ല, നനയുമില്ല. അപ്പൊ ഫുൾ പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കിനി ഫുൾ ആയിട്ട് ഞാൻ കാണിച്ചു ഓൾറെഡി അവര് 2 പേര് ട്വിൻസ് അല്ല എന്ന് പറഞ്ഞു. ഞാന് ട്വിൻസ് പോലെ ഡ്രസ് ഇട്ടിട്ടേ ഉള്ളൂ. ഇതിന്റെ അമ്മനെ കണ്ടാൽ ഇത്ര വലിയ പിള്ളേരുണ്ട്, അല്ല ഇതല്ല, ഇതിന്റെ അമ്മനെ കണ്ടാൽ ഇത്ര വലിയ പിള്ളേരുണ്ട് എന്ന് പറയൂല, പക്ഷെ കാണിക്കാൻ പറ്റൂല. അതാണ് വിഷമം. അതാണ് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. 10 വർഷം കഴിയുമ്പോ കാണിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കണം. അപ്പൊ പ്രിപ്പറേഷൻസ് ഒക്കെ ആവട്ടെ. ഈ കല മാത്രമല്ല കേട്ടോ, ചോറും ഒരു വലിയ കലത്തിട്ട് ഒരു മീഡിയം കലത്തിട്ട് അത് മതിയാവില്ല എന്ന് പറഞ്ഞ ചെറിയ കാലത്ത് തീറ്റ ഭണ്ഡാരങ്ങളാണ് ഗൈസ് ഇവര്. തീറ്റ ഭണ്ഡാരങ്ങളാണ്, തീറ്റാണ്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഗൈസ്. മമ്മയുടെ ലാസ്റ്റ് സിസ്റ്റർ പണിയെടുക്കുന്നുണ്ട്, പാത്രം കഴുകുന്നുണ്ട് ഗൈസ്. പ്രൂഫിന് വേണ്ടി ഞാൻ വീഡിയോ കൈകൾ മാത്രം, ഭംഗിയുള്ള കൈകൾ മാത്രം. അന്ന് എന്താ ഉണ്ടാക്കിയ ഭംഗിയുള്ള കയ്യില്? എന്താ ഉണ്ടാക്കിയെന്ന്? ബിരിയാണി. ആ ബിരിയാണി കഴിച്ച് നമുക്ക് ലൂസ് മോഷൻ തുടങ്ങി ഗൈസ്. അപ്പൊ പാത്രമൊക്കെ കഴുകണ്ട, നന്നായിട്ട് കഴുകണം കേട്ടാ ഗൈസ്. അതല്ല മാറ്റർ, ഇപ്പ ഞാൻ നമ്മുടെ സ്റ്റാഫ് വരുമ്പോ നമുക്ക് അടിപൊളി കല്ലുമക്കായ, ഓ ഗോഡ് ഞാൻ ബേബിനെ മിസ് ചെയ്യുന്നുണ്ട്. കല്ലുമക്കായ അപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതും മസാല പെരട്ടാനാണ്, അടിപൊളി. ഇത് ടേസ്റ്റ് ചെയ്യട്ടെ. താങ്ക് യു ജാസ്, താങ്ക് യു സോ മച്ച് ഗൈസ്. എന്റെ ആന്റി പറയണായിരുന്നു ആ പ്ലാസ്റ്റിക്കിൽ കാണിക്കാതെ ഒരു നല്ല പാത്രത്തിലൊക്കെ ഇട്ടിട്ട് കാണിച്ചോടെ. അവനെ മടിയായതുകൊണ്ട് പിന്നെ തിന്നാനുള്ള ആക്രാന്തത്തോട് ഞാൻ സൂപ്പർ നല്ലുണ്ട്. സൂപ്പർ. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ലൂസ് മോഷൻ തുടങ്ങിയിരിക്കണം. താങ്ക് യു ആന്റി, സോ ഗുഡ്. ഈ ഒരെണ്ണം കഴിച്ചിട്ട് ഞാൻ മതിയാക്കാം. മൈ ഗോഡ്, സോ ഗുഡ് മസാല ആന്റി. അല്ല പറ, എന്താ വയറുവേദന വന്ന പറ. മമ്മ ഉണ്ടാക്കിയ പ്രോൺസ് എനിക്ക് ആന്റി തീറ്റിച്ചാണ്. 2 ബൗൾ ഫുള്ള് തീറ്റിച്ചാണ്. ചോറ് പോലും കഴിച്ചില്ല ഞാൻ. കല്ലുമക്കായ ബേബിനെ വീഡിയോ കോൾ ചെയ്യട്ടെ. അപ്പൊ ഇന്ന് നമ്മുടെ ഉച്ചത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഫുള്ള് നമ്മൾ ലേഡീസ് ആയിരുന്നു ഇന്ന് ഫുള്ള് പരിപാടി. അപ്പൊ ഇനി നൈറ്റ് നമ്മൾ കിച്ചണിൽ കയറാനുള്ള പ്ലാനിലില്ല ഗൈസ്. എന്റെ 2 അങ്കിൾമാരെ കൊണ്ട് കിടിലൻ ബീഫ് കറിയാണ് നമ്മൾ വെപ്പിക്കാൻ പോണത്. ബീഫ് കറിയും അവിടെ ആന്റിയൊക്കെ ചിരിക്കുന്നുണ്ട്. നന്നായി, നല്ല പണിയാണ് നമ്മൾ കൊടുത്തത്. അപ്പൊ അടിപൊളി ബീഫ് കറിയാണ് ഇവർ വെക്കാൻ പോണത്. ആന്റി മമ്മ ഒക്കെ വെക്കണത് ഒന്നുമല്ല, അത്രക്ക് ടേസ്റ്റ്. ദിസ് ഇസ് മിസ്റ്റർ ഷെഫ് ആണ് ഗൈസ് നമ്മുടെ നാട്ടിലത്തെ. നാട്ടിലൊക്കെ എന്ത് വലിയ ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അഷ്റഫ് അങ്കലിനെ വിളിച്ചാൽ മതി. കിട്ടില്ലായിട്ട് എന്തൊക്കെ വെക്കും? ബിരിയാണി, എന്തൊക്കെയല്ല എല്ലാം വെക്കും ഗൈസ്, എല്ലാം വെക്കും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്താൽ മതി, ഒരു വിളിക്ക് വരും. അത്ര കിട്ടില്ലായിട്ടാണ് ഫുഡ് വെക്കണത്. അപ്പൊ ആന്റി പറഞ്ഞ് മാറി നിൽക്കണം. അപ്പൊ ഈ ബീഫിന്റെ കൂടെ നന്നായിട്ട് കഴിക്കാൻ വേണ്ടിട്ട് ഞാനും സോനും വീട് പൊറോട്ട കൊണ്ടുവരാൻ പോണ്. ഇവര് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആന്റി അങ്കിൾ ചക്കമല അറിഞ്ഞിട്ടുണ്ട്. ടൊമാറ്റോ ഒക്കെ ചക്കമല ഇപ്പൊ ചെറുതാക്കി ചക്കമല സ്പെഷ്യൽ കട്ട് നമുക്ക് ചെറിയ എക്സ്ക്യൂസ് കൊടുക്കാം. പാവൽ ചെയ്തിട്ടൊക്കെ അറിഞ്ഞൂടാ. ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം. നിങ്ങൾക്ക് ഈ ഫണ്ണൊക്കെ കണ്ടിട്ട് ഞാൻ പൊറോട്ട വെച്ചിട്ട് വരാം. ബൈ. മുന്നോട്ട് 20 കൊല്ലം മുമ്പ് ഇവിടെ ഉണ്ടായി. പറഞ്ഞാൽ ഇതിന്റെ ബില്ലിന്റെ പണിക്ക്
പെരുമ്പാവൂർ, അങ്കമാലി, മൂവാറ്റുപുറം, തൃശ്ശൂർ, ഷൊർണൂർ, പിന്നെ എല്ലാ സ്ഥലത്തുണ്ടായി ജോലി ചെയ്തിരുന്നത്. അങ്കമാലിയാണ് മെയിൻ. വിജയേട്ട, മാറ്റുചേട്ട എല്ലാ നമ്മുടെ ഫ്രണ്ട് പോലെയാണ് മുതലാളി. ഇപ്പൊ 10-20 കൊല്ലായി. ഇന്ന് വന്നു കൊച്ചിന്ന്. കാണണം ഇൻഷാ അല്ലാ, എല്ലാവരും കാണും. പിന്നെ എൻ്റെ ഭാബി, പിള്ളേർ എല്ലാവരും നോക്കാനുണ്ട്. ആൻറ്റി, പിന്നെ എൻ്റെ ഇക്കാക്ക മച്ചു 2 കൊല്ലായി. തക്കാളി ഇതാണ് ഉരുളക്കിഴങ്ങ്. സവാള അപ്പൊ ഇന്നത്തെ പരിപാടി പെണ്ണുങ്ങൾക്ക് റെസ്റ്റ് കൊടുത്തേക്കാണ് നമ്മൾ 2 ആൾ ഉണ്ടാക്കാൻ പോകുന്നത്. നോക്കി മതിയാ, ഇങ്ങനെ കീരിയാ മതിയാ. ഞാൻ മൈൻ കുക്കാണ്, പഠിപ്പിക്കുന്നതാണ്. എൻ്റെ അനിയനാണ്. നമ്മുടെ നാട്ടിൽ സാടെന്ന് പറയും. കുറച്ച് ചെറുതാണ്. വേഗം ഫ്രൈ ആവും തക്കാളി. നാളെ പെരുമ്പോറ് പോയിട്ട് ഭാബി പിള്ളേരൊക്കെ കാണും. ഞാനൊരു 10-15 കിലോമീറ്റർ പോയിട്ടാണ് ഞാൻ സോനു പൊറോട്ട കൊണ്ടുവന്നത്. ആരെങ്കിലും ഗ്യാസ് കിട്ടുന്ന ആൾക്കാർ എല്ലാ ഹോട്ടൽസിലും ഗ്യാസ് കൊടുക്കുക. ഓരോരു ഇത് ഉണ്ടാക്കൂല, പൊറോട്ട ഒക്കെ ആരും ഉണ്ടാക്കണില്ല. അപ്പൊ ഗ്യാസ് കൊടുക്കൂ എല്ലാവർക്കും. അപ്പോ നമ്മളിപ്പോ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് പറയാൻ പോകുന്നു. അങ്കിൾക്ക് മലയാളം അറിയാം, അതുകൊണ്ടിട്ട് അങ്കിളുടെ അടുത്ത് ചോദിക്കൂല. മലയാളം അറിയാത്ത ആൾക്കാരോട് ചോദിക്കാം. ആദ്യമേ ഞാൻ ഇത് ചോദിച്ചപ്പോ പറയണ അങ്കിൾ തക്കാളി എന്നും. ബാക്കി എന്തൊക്കെ പറയാം നമുക്ക് മലയാളത്തിൽ തന്നെ ചോദിക്കും. ഓക്കെ, പറയൂ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ്. സവാള അല്ല, സവാള. തക്കാളി, കറിവേപ്പില, യെസ് കറക്റ്റ്. ഇത് പുതിന, യെസ് മല്ലി, യെസ് പച്ചമുളക്. ഓ ഇത് അത് ചെറുള്ളി. യെസ് പെർഫെക്റ്റ്. അപ്പൊ റെഡി ആണല്ലോ. എന്താണ് ആദ്യം ഉണ്ടാക്കാൻ പോണേ? ആദ്യം വെളിച്ചെണ്ണ വെക്കും. അറിയോ ഉണ്ടാക്കാൻ? അത് ഓക്കെ സെറ്റ്. ഓക്കെ ഓക്കെ, ഇനി ചൂടായിട്ട് നമുക്ക് കാണാം. ആദ്യമേ നമ്മൾ ബീഫ്, ഇറച്ചിയെല്ലാം ബീഫ് ഇറച്ചിന്നാ പറയൂ. പിന്നെ നമ്മൾ കുറച്ച് വില വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യാം. ബീഫ് എത്ര ഒരു കണ്ടിട്ട് എത്ര കിലോ ഉണ്ടാവും? 5 kg ഉണ്ടാവും. 4.5. അപ്പോൾ നമ്മൾ എല്ലോട് കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ ജസ്റ്റ് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് വേവാൻ വെക്കുമല്ലേ ആദ്യം. എന്നിട്ട് നമ്മൾ ഇതിൽ മസാല ഉണ്ടാക്കും. ഷോ പെണ്ണിങ്ങൊക്കെ എല്ലാം റെസ്റ്റ്. വിസിലാ ഫുൾ. പക്ഷെ ബേബി ഉണ്ടാവണായിരുന്നു പൊളിച്ചത്. ഫുൾ സ്പെഷ്യൽ. ആ തരാം ഇപ്പൊ തരാം. ഫുൾ റെസ്റ്റ് എടുക്കട്ടെ. പാവ എപ്പോഴും ഉണ്ടാക്കി തന്നെയല്ലേ. ഇത് ഒറ്റ വിസിലാക്കിയാൽ മതിയാവും അങ്കിൾ. വലിയ കുക്കർ അല്ലേ, ഒറ്റ വിസിൽ മതി. മതി. വന്നില്ല? ശേ ഫസ്റ്റിಗೆ വന്നില്ല ഗൈസ്. ಈಗ ತುರ್ಕೋರು. ഇത് എടുക്കോರು. ഇതൊക്കെ ബേസിക് അല്ലേ, എന്ത് ഷെഫാണ്. അവിടെ ഇങ്ങനത്തെ ബോട്ടിൽസ് അല്ല അല്ലേ, വേറെ ടൈപ്പ്. ഇത് ഇട്ടോ, എന്നിട്ട് അതിൽ ഓപ്പൺ ആക്കിയാൽ മതി. പാക്കറ്റ് അല്ലേ.
ഓക്കെ, വെളിച്ചെണ്ണ ഇട്ടു. മലയാളത്തിൽ സംസാരിക്കോ? കറിവേപ്പില ഇടാം. 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 പിന്നെ സവാള സവാള ഇടാം. എല്ലാ സവാള ഇടണണ്ട? പിന്നെ ഫംഗ്ഷനിലൊക്കെ കുക്ക് ചെയ്യുമ്പോ എങ്ങനെയാണ്, ഇത്ര കിലോത്തിന് ഇത്ര സവാള എടുക്കണം അങ്ങനെ ഉണ്ടാ കണക്ക്? അങ്ങനെ എടുക്കണം അല്ലേ? ചെറിയുള്ളി. ഓ, ചെറിയുള്ളിയാണ് മെയിൻ ടേസ്റ്റ് ബീഫ് കറിയുടെ. അവിടെ കിട്ടൂല മാംഗ്ലൂരില്, കുറവല്ലേ? ഇവിടെ ബീഫിന് ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ്. അത് പറ്റൂല? ഇത് പറ്റൂല? അത് തന്നെ ചെയ്തോ. ആ, അതാവും. ഇത് ഫുള്ള് ഇതാവണ്ടേ? ഫ്രൈ ആവണം. 10 മിനിറ്റ് ഫ്രൈ ആയാൽ നല്ല ടേസ്റ്റ് ആവും അല്ലേ? നമ്മൾ അർജന്റ് ആക്കരുത്, ഫ്രൈ ആക്കി എടുക്കണം. അപ്പൊ 10 മിനിറ്റ് ഈ ചൂടത്ത് അങ്കിൾ നിന്നോ, ഞാൻ പോവും. 10 മിനിറ്റ് കഴിയുമ്പോ എന്നെ വിളിച്ചാ മതി. ഞാൻ 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അങ്കിൾ ചൂടത്തിരുന്നിട്ട് ഇളക്കണ്ടായിരുന്നു. സെറ്റായി. ഓക്കെ, നമ്മുടെ ഇത് വിസിൽ വന്നില്ലല്ലോ? ഒറ്റ വിസിലായിട്ട് ഓഫ് ആക്കണം, അപ്പൊ തന്നെ വെന്ത് പോകും. ആർക്കും ഇഷ്ടമല്ലോ ഭയങ്കരമായിട്ട് വേവണത് ബീഫ്. ആ, തക്കാളി കുറെ ഇടുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നല്ലേ? ഓക്കെ, ബൈ. ആ, അതിടൂല ഇപ്പൊ. ഇപ്പൊ ഇല്ല, ലാസ്റ്റ്. ഇതാർക്കാണ് ഒരു സവാള വെച്ചേക്കണ്? അങ്കിൾ നോക്കണാണ് ഇവിടെ എല്ലാം കറക്റ്റ് ചെയ്യുന്നുണ്ടാ ഇല്ലേ, എല്ലാം പണി ചെയ്യണ്ടൊക്കെ. ഫുള്ള് സൂപ്പർവൈസിങ് അല്ലേ? സൂപ്പർവൈസർ. ഓ, പൊള്ളി. ആകൂല, സമയം ഉണ്ടാവൂല. അത് പിന്നെ വലിയ പാത്രങ്ങളൊക്കെ ആയിരിക്കൂലേ, അപ്പൊ പെട്ടെന്ന് വേവും. അപ്പൊ കുറച്ച് സ്പെഷ്യൽ ആക്കണം. പിന്നെ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ടേസ്റ്റ് കൂടുക മാവ് അറിയുള്ളൂ. നല്ലതായിരിക്കും. ആ മസാല കാണുമ്പോ തന്നെ അറിയാം. കുറച്ച് മതി അത് ഇട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇത് മുളക് പൊടി. അങ്കിൾ ഇട്ട് എത്ര വേണം അത്ര ഇട്ടോ. അത് മല്ലിപ്പൊടി. ഇത് അത് ഏതാ നോക്കട്ടെ. മീറ്റ് മസാല ഇവിടെ ഉണ്ട് പാക്കറ്റിലിട്ടാ മതി, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇട്ടും അത് ഇടും. ചിക്കൻ മസാല ഇച്ചിരി ഉള്ളൂ, ಸ್ವಲ್ಪ കുറച്ചു. പെപ്പർ ഇട്ടത് മഞ്ഞപ്പൊടി ഇട്ടല്ലേ? ഇതിൽ കുറച്ചിട്ടോ. ഇവിടെയാണ് ചൂട് ജാസ്തി, മാംഗ്ലൂരാ അല്ലേ? ഭയങ്കര ചൂട്. അതന്നെ, ഭയങ്കര ചൂട്. നമ്മ നന്നായല്ലേ ഫസ്റ്റ് തന്നെ ബീഫ് വേവാൻ വെച്ച്, അല്ലെങ്കിൽ ഇതാണ്. ഇതിന്റെ ഒരു കുത്തലുമാനം ഒക്കെ പോണം, എന്നിട്ട് നമ്മള് ബീഫ്. അങ്കിളിന് എങ്ങനെ കുക്ക് ചെയ്യാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വന്നേ? കുക്കിംഗില് എങ്ങനെയാണ് ഇൻട്രസ്റ്റ് വന്നത്? ഫസ്റ്റ് ഹെൽപ്പ് ആക്കും ചബീനെ, എന്റെ മാമനെ സിസ്റ്ററിനെ ഹെൽപ്പ് ആക്കും. അപ്പൊ അത് വീട്ടില് നമ്മ ചെറിയ ക്വാണ്ടിറ്റി അല്ലേ, വലിയ ക്വാണ്ടിറ്റി എങ്ങനെയാണ് പഠിച്ചത്? ആ ശരിയാ, നമ്മുടെ അതാണ് കോൺഫിഡൻസ് ആണ് വേണം. കോൺഫിഡൻസ് ആണ് മെയിൻ വേണ്ടത്. അപ്പൊ ഇത് പഠിച്ചിട്ട് ഒന്നും അല്ല അല്ലേ, എല്ലാവർക്കും ഇഷ്ടായി അല്ലേ? വീട്ടിലാക്കി അങ്ങനെ സ്പ്രെഡ് ആയി. മാഷാ അല്ലാഹ്. നല്ല ഫുഡ് അങ്കിൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കും. നമ്മള് തറവാട്ടിലൊക്കെ പോകുമ്പോ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്.
ബിരിയാണി എസ്പെഷ്യലി അടിപൊളിയാണ്. ബേബി മിസ് ചെയ്ത് ഇത്, അല്ലെങ്കിൽ കഴിക്കാൻ പറ്റിയത്. സെറ്റപ്പ് ആയതല്ലേ. ആ വെള്ളം ഫുള്ള് ഇടുവല്ലേ നമ്മള്? മാറ്റിയല്ലേ അങ്കൾ ഓൾറെഡി. ഞാന് എല്ലൊക്കെ ഇടിക്കും, മുള്ള് നെയ്യൊക്കെ ഇട്ട്. ഇവിടെ എല്ലൊന്നും തരൂല, ഫുള്ള് ബീഫ്. അങ്ങനെ ഫുള്ള് ബീഫാണ് ഇഷ്ടം, അല്ലെങ്കിൽ എല്ല് വേണോ? വേണേ, ടേസ്റ്റ് വേണം അല്ലേ? അങ്കൽ കുളിച്ച പോലെ ഉണ്ട്, ടീഷർട്ട് ഇട്ടിട്ട് വേർത്ത്. ഇനി നമ്മളിത് ഫുള്ള് മിക്സ് ആക്കി അങ്ങോട്ട്. ഉപ്പൊക്കെ പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഇടാം അല്ലേ? എല്ലാം സെറ്റ് ആക്കണം. പിന്നെ ഇല്ല അങ്കൽ, ബീഫൊക്കെ നമ്മൾ രാവിലെ ഒക്കെ വെച്ചിട്ട് നൈറ്റ് കഴിക്കണം. അപ്പൊ അത് നല്ല സെറ്റ് ആവും. അപ്പൊ കഴിക്കുമ്പോ ഒരു സുഖം ഉണ്ടാവില്ലേ? ഗ്രേവി വേണം. ചൂടുണ്ടല്ലേ? ആ വൈറ്റ് തുണി എടുത്തു. ഓ, കണ്ടിട്ട് തന്നെ പൊടി മണമൊക്കെ വന്നിട്ടുണ്ട് നല്ല. ഓ, നെയ്യൊക്കെ ഉണ്ട്. ഗ്രേവി വേണം. സൈഡ് ഒന്നില്ലല്ലോ ഇത് കൂട്ടാൻ കറക്റ്റാവും അല്ലേ? ഇങ്ങനെ തിളപ്പിക്കാം കുറച്ച് തിക്കാക്കിട്ട്. ബീഫ് കറി റെഡിയായി. മല്ലിയില ഇടോ? അങ്കിൾ ഇടണമെങ്കിൽ മാത്രം ഇട്ടാ മതി. എക്സ്ട്രാ അതിന്റെ ഫ്ലേവർ മാറുന്നുണ്ടെങ്കിൽ ഇടണ്ട. കുറച്ച് തിളക്കട്ടെ അല്ലേ? ഓക്കെ. ഓ മൈ ഗോഡ്, തിളച്ച് പൊളിച്ച്. ഓക്കെ, ഇടാം. വേണ്ട, മതി അല്ലേ? അങ്കിൾ നോക്കിയാ ടേസ്റ്റ് ഒക്കെ നോക്കിയാ എങ്ങനെ ഉണ്ട്? ഉപ്പ് ഉണ്ട്, എല്ലാം കറക്റ്റ് ഉണ്ട്, സെറ്റ്. അങ്ങനെ നമ്മൾ ഫൈനലി ബീഫ് കറി റെഡി ആക്കിയിട്ടുണ്ട്. ബീഫ് കറി ഈസ് റെഡി. ഇത് റെഡി ആകുമ്പോ വരുന്ന എന്റെ 2 യൂസ്ലെസ് ബ്രദേഴ്സ്. ബീഫ് കറി റെഡി ആകുമ്പോ വന്നിട്ടുണ്ട്. എവിടെയായിരുന്നു നിങ്ങൾ? അങ്ങോട്ട് പോയി തെണ്ടിത്തിരിയാൻ വണ്ടി എടുത്തോണ്ട്. മലയാളം, ഓൺലി മലയാളം. മലയാളത്തില് പറ, എന്തെങ്കിലും പറ മലയാളത്തില്. എവിടെ പോയി? എന്തിനു പോയി? വൈബാക്ക. ഓ സെറ്റ്, നീ പറ. ഗൈസ് പഠിപ്പിച്ചിട്ടാണ്, ഗൈസ് പഠിപ്പിച്ചിട്ട്. ബുജ്ജിയാണ്, ബുജ്ജി ഫുള്ള്. പറ പറ. അവൻ സംസാരിച്ചു മലയാളം. എന്തെങ്കിലും ഒരു സെന്റൻസ് പറയണം അല്ലേ? അവൻ ട്രൈ ചെയ്തു. ഗുഡ്. നീ പറ പറ, എങ്ങനെയുണ്ട്? എന്നൊക്കെ ടേസ്റ്റ് ആക്കണം. ഞാൻ ടേസ്റ്റ് ആക്കും, സെറ്റാക്കാം നമുക്ക്. ഇച്ചിരി മതി. ഓക്കെ. സോ ഗൈസ്, നമ്മൾ ഈ അടിപൊളിയായിട്ടുള്ള ബീഫ് കറി ടേസ്റ്റ് ചെയ്യാൻ പോണ. ആദ്യം തന്നെ നമ്മളെ അക്ബർ അങ്കിളിനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. വായില് കഴിക്കാണ്ട് പറയൂ. പൊളിയാ? ഞാൻ സത്യം പറയാ. ഞാൻ കഴിക്കട്ടെ. അല്ലേ? പൊളി സാധനം. അപ്പൊ നമുക്ക് എല്ലാവർക്കും തംസ് അപ്പ് കൊടുക്കും. ഓക്കെ, 3, 2, 1 go. Playtime with Baya. Is Baya's toy? You Gumba.
With your guba. You want tiger? With your guba, it's your foot. Yeah. You want... Spider-Man തലവിടെ അറിഞ്ഞൂടാ, ചോദിക്കണ്ട. ഇനി എൻ്റെ അടുത്ത് നോക്കി തരാൻ പറയുമോ? If you want Hulk? Yes. Hulk smash. Smash. Hulk match. 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 ഞാനും സോനൊക്കെ വന്നായിരുന്നു. സോന ഇപ്പൊ അപ്പുറത്ത് ഒളിച്ചിരിക്കണ്, കിടക്കണ്. ഞാനും സോനു എബുക്കെ നേരത്തെ വന്ന റൂമില്. എബു സൈബ് ഇപ്പൊ കയറൂല. അപ്പൊ തന്നെ മൈ പയ്യ Oh wait, we're trying this up. Wow! Match, 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 match. Foi. Match. Fio. Match, match. Out. Match, match. Out. Yay. Hi. Hi, Hulk. What? Hi, Hulk. Quick. Hi, Hulk. Say hi, Batsman. Hi, Hulk. Ow. 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 Oh. Oh. Oh no. Oh no. Uh-oh. Oh. 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 You should not beat Ebu. No. Be kind. Hey, let's be friends. Yeah. Ow. Friends. Be friends. Hulk and Batsman. Be friends. Let's be friends. Friends. No fighting. No fighting. No, Ebu. Enough. I want to go to... Bye-bye. 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 Baya is going to washroom, Ebu. Say good night to everyone. Say good night. Ebu, say good night. So that's it for today's video, guys. We'll see you all tomorrow. Bye.